കയറി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നാസിം, ഇത് നാടിന്റെ പ്രശ്നം തന്നെയാണ്. നിങ്ങളൊരു ടീച്ചറാണോ എന്ന്? നിനക്ക് ഞാൻ ടീച്ചറല്ല, കാരണം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഈ നാടിന്റെ പ്രശ്നമാണ്. ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന മതതീവ്രവാദത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദം തന്നെയാണ് പഹൽഗാമിൽ നടന്നത്. ആ പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയിലെ 29 ഇന്ത്യക്കാർ മരിച്ചിട്ട് സ്വന്തം രാജ്യത്തു മരിച്ച ആളുകളോട് യാതൊരു വിധത്തിലുള്ള ദീനാനുകമ്പയും കാണിക്കാതെ, അവരോട് അനുശോചനം രേഖപ്പെടുത്താതെ, അവരെ കൊന്നവരുടെ ഭീകര താവളങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി സംസാരിച്ച ആളുകൾ ഈ രാജ്യത്തിന് അപകടമാണ്. അതാണ് തുറന്നു പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ അല്ലെ? അത് തുറന്നു പറയുമെന്നേ. അത് തുറന്നു പറയാൻ ഇപ്പൊ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് പറയും. ഇസ്മായിൽ ഹനിയയും യഹിയ സിൻവാറും ഒക്കെ സ്വർഗത്തെ സ്വപ്നം കാണുവാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന സംഘടന ഒക്ടോബർ 27 കോഴിക്കോട് ഒരു മേഖലാ സമ്മേളനം നടത്തുന്നു. ഹാലിളക്ക പോസ്റ്ററാണത്. ഹാലിളക്കം മതം അജണ്ട നടപ്പാക്കാനുള്ള കലാപത്തിന് മുന്നോടിയായി കണ്ടുവരുന്ന അക്രമകാരിയായിട്ടുള്ള മതവെറിയാണ് ഹാലിളക്കം. എന്താ ഭാർഗവറാം സ്വാമി പറഞ്ഞതിനൊരു തെറ്റ്? ശരിയല്ലേ? ഇത് ജിഹാദ് നടത്തുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ വിളി ഇതാ നമുക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചോ ഭാവിച്ചോ അഭിനയിച്ചോ ഒക്കെയുള്ള ഒരു തരം ഉന്മാദം കലർന്ന രൂപത്തിൽ ഹാലിളകി കയറിക്കൊടുത്താൽ 1921 മാപ്പിളക്കാലത്തും അതിനു മുമ്പുള്ള തുടർ കലഹങ്ങളിലും ഒക്കെ നടന്ന ലഹള ആരംഭിക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഹാലിളക്കത്തിന്റെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി. ബദർ യുദ്ധത്തിലും മറ്റു പല വിശ്വാസ വ്യാപന മതയുദ്ധങ്ങളിലും മരിച്ചവരോടൊപ്പം ചേരണമെന്നും അവരോടൊപ്പം സ്വർഗത്തിൽ ചെല്ലണമെന്നും സമാനമായിട്ടുള്ള യുദ്ധം സ്വന്തം ചുറ്റുപാടിൽ ഉടനെ തന്നെ ആരംഭിക്കൽ അനിവാര്യമാണെന്നും ഒക്കെയുള്ള ആശയം തന്നെയാണ് ഇതിലൂടെ ഇവർ കൊടുക്കുന്നത്. എന്താ സംശയം? അതിനുവേണ്ടി ഞങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ വിളിച്ചു പറയുക. വംശഹത്യയുടെ പരസ്യമായ ഭീഷണി വരെ അവർ പറഞ്ഞുകൊണ്ടാണ് ഈ തുള്ളൽ നടത്തുന്നത്. ഹാലിളക്കത്തിന്റെ ഒരു സ്വഭാവം തന്നെ അതാണ്. ഇതേ ഹാലിളക്കം തന്നെയാണ് SIOയുടെ പോസ്റ്ററിലെ ഇസ്മായിൽ ഹനിയയും യഹിയ സിൻവാറുമുള്ള സ്വർഗത്തെ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥി കൂട്ടം എന്ന വരികൾക്കിടയിൽ കിടക്കുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ ഹനിയമാരും സിൻവാറുമാരും കിനാവ് കണ്ട ജിഹാദി പരിശ്രമങ്ങൾ തന്നെയാണ് ഒരുപാട് ആളുകൾ ഇന്നും അഫ്ഗാനിലും പാകിസ്ഥാനിലുമൊക്കെ ചിതറിത്തെറിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള മനസ്സുമായി വെമ്പി നിൽക്കുന്ന നിമിഷ ഫാത്തിമമാരും സോണിയ സെബാസ്റ്റ്യന്മാരും ഒക്കെ ഇല്ലേ, അതിന്റെ റിസൾട്ടുകളാണ്. അതായത് ഈ ജിഹാദുകൾ ലോകത്തെ രക്തകലുഷിതമാക്കിയ ഭീകരവാദങ്ങൾ, ആക്രമണങ്ങൾ, പൊട്ടിത്തെറികൾ, മനുഷ്യനെ ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കാതെയുള്ള ഇത്തരം പരാക്രമങ്ങൾ ഇത്തരം ആളുകളുടെ പ്രചോദനത്താൽ പ്രചോദിതരായിട്ടുണ്ടാവുന്നതാ. അവരോട് സൗമ്യമായി പറയാനുള്ളത്, ഗാസ വിഷയത്തിൽ സിനിമാ നടൻ വിനായകൻ പറഞ്ഞതുപോലെ ഈ ലോകം നിങ്ങൾക്കു മാത്രമുള്ളതല്ല. കുറച്ചുകൂടി കടുപ്പിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കുള്ളത് നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. ഹനിയയും സിൻവാറുമൊക്കെ സ്വപ്നം കാണുന്ന സ്വർഗത്തിലേക്ക് സമയം കളയാതെ ചെന്നങ്ങ് കയറി കൊടുത്തൂടെ? തീവ്രവാദി നേതാക്കളുടെ സമരഭൂമിയിൽ ചെന്നിറങ്ങാം നിങ്ങൾക്ക്. പാവങ്ങളെ നിങ്ങളതിലേക്ക് കൊണ്ടുപോവല്ലേ? നിങ്ങളിവിടം വിട്ടുപോയിക്കോ, മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. പലസ്തീന്റെ പേരിലോ പഹൽഗാമിന്റെ പേരിലോ കാശ്മീരിന്റെ പേരിലോ പാകിസ്ഥാനിന്റെ പേരിലോ ഇനിയും യഹിയ സിൻവാറിന് വേണ്ടി അവരുടെ മാതൃകകൾ സ്വീകരിച്ചുവാണെങ്കിലും ശരി,
നിങ്ങളിവിടെ സംഘർഷഭരിതമാക്കും എന്ന് കൃത്യമായ രൂപത്തിൽ നരേന്ദ്രമോദിക്ക് അറിയാം. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. വളച്ചുകെട്ടില്ലാതെ തെളിച്ചു പറയാനുള്ള ധൈര്യം കിനാവ് കാണുന്നവരങ്ങോട്ട് കാണിച്ചാൽ മതി. ഇതേ ഉള്ളൂ നമ്മൾ പറയുന്നത്. ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാ? ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനമാണ്. ചെറിയ കുട്ടികളുടെ നെഞ്ചിൽ ഞാൻ ബാബരി എന്നുള്ള സ്റ്റിക്കർ പതിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാ? നാളെ ബാബരിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണം യുദ്ധം ചെയ്യാനെന്ന് മദ്രസ കുഞ്ഞുങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ഹാലിളക്കങ്ങള്, അതിനുവേണ്ടിയുള്ള ന്യായീകരണങ്ങള്, ആ വഴിയെ നടക്കാൻ ഒരുപാട് അനുയായികളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. 100,000 ചരിത്ര പാഠങ്ങളുണ്ട് ഇവർ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയതിനൊക്കെ. സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ SIO, ഇത് തന്നെയാണ് സിഒ. ഇക്കൂട്ടരെ കുറിച്ച് വിശദമായി ജാമിയ കലാപ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന ലഹള സമയത്ത് പല ആളുകളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ കലാപത്തിന്റെ ഗൂഢാലോചന നന്നായിട്ട് അന്വേഷിക്കപ്പെട്ടില്ല. ജാമിയ കലാപവും ഡൽഹി കലാപവും തമ്മിലുള്ള ബന്ധവും അതിലെ മലയാളി ബന്ധവുമൊക്കെ നല്ല രൂപത്തിലൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹദ്രാസ് കലാപത്തിന്റെ ഗൂഢാലോചന കേസ് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നേരത്തെ തന്നെ ഇവരുടെ രീതി മനസ്സിലാക്കാമായിരുന്നു. ഇത് നേരത്തെ തന്നെ പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. UP പോലീസിന്റെ ശ്രദ്ധയിൽ ഔദ്യോഗികമായി തന്നെ ഭാർഗവറാം അടക്കമുള്ള സ്വാമിമാർ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കേസുകൾ കോംപ്ലിക്കേറ്റഡ് ആയി പോകും എന്നതുകൊണ്ട് അന്വേഷണത്തിന് പോലും ഉദ്യോഗസ്ഥർ മുതിർന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലായത്. അതായത് സിമി നിരോധിക്കപ്പെടാൻ അർഹതയുള്ള സംഘടനയായിരുന്നു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിരോധിക്കപ്പെടാൻ അർഹതയുള്ള സംഘടനയാണ്. ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ നേരത്തെ നിരോധിക്കപ്പെടേണ്ടിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ഇപ്പോഴും ബോധപൂർവം ഈ 2 സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, സിമിയും പോപ്പുലർ ഫ്രണ്ടും. നിരോധിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിരോധിച്ചു, ഒരു 3 അക്ഷരം നിരോധിച്ചത് കൊണ്ട് മാത്രം ഇവരുടെ തീവ്രവാദമൊന്നും അവസാനിക്കത്തില്ല. സമൂഹത്തിൽ അസ്വസ്ഥത പടർത്താൻ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന ഇത്തരം പരസ്യമായ ഹാലിളക്കങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വപ്പെട്ട സർക്കാരിന്റെ കടമയാണ്. ആ കടമയാണ് നരേന്ദ്രമോദി ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കുരുക്കൾ പൊട്ടുന്നെങ്കിൽ ഒരു മൂലയ്ക്ക് മാറിപ്പോയിരുന്നു പൊട്ടിച്ചോടാ ചെല്ലേ. പറയാനുള്ളത് ഏതവന്റെ മുഖത്തു നോക്കിയും പറഞ്ഞിരിക്കും. ഈ രാജ്യത്തെ നിങ്ങൾ മതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യം നിന്റെ ഒന്നും തന്തയുടെ വകയല്ല എന്ന് പറയേണ്ടത് ഞങ്ങളാണ്, നിങ്ങളല്ല. ഭാഗം വാങ്ങി, അവകാശം വാങ്ങി, നെഞ്ചിലിടിച്ച് നിലവിളിച്ച് സകലതും വാങ്ങിപ്പോയവർ വീണ്ടും കേറി വന്ന് ബാക്കി കൂടി കുത്തിത്തുരക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ഗാന്ധിയൻ സിദ്ധാന്തം പിന്തുടരുന്ന ഭാരതമല്ല. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എടുത്തു തന്ന് കളിപ്പാട്ടത്തിനു വേണ്ടി നിലത്ത് കിടന്ന് കരയുന്ന കുട്ടികളെ പോലെ നിങ്ങൾ വാശി പിടിച്ചാൽ ഉടനെ നിങ്ങളുടെ വാശി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ഗാന്ധിയൻ സിദ്ധാന്തമല്ല ഇത്. നാസിമെ, നീ പറയണ്ട, നീ പറയുന്നത് പാകിസ്ഥാനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. ഇത് ഞങ്ങളുടെ ഭാരതമാണ്, മതേതര ഇന്ത്യയാണ്. ഇവിടെ ഞങ്ങൾ പറയും. നിന്റെയൊക്കെ മത തീവ്രവാദവും ഭീകരതയും ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥലങ്ങളല്ല.